ഇപ്പം ഐഫൽ ടവറിൻ്റെ രാത്രിയിലെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രാത്രി ഓരോ സമയത്ത് ഈ ഐഫൽ ടവർ മിന്നും, ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ടത് കാണാൻ ഭയങ്കര രസമാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇപ്പം ഇറങ്ങുകയാണ്. ഹായ്, അപ്പം നമ്മൾ ഇന്നൊരു ഏകദേശം സമയം 8:21 8:21 രാത്രിയാണ്. അപ്പം PM. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഐഫൽ ടവർ ഇടയ്ക്കിടയ്ക്ക് മിന്നും, അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമേ ഐഫൽ ടവറിൽ ലൈറ്റ് വരൂ. രാത്രിയാണ് അത് കാണാനായിട്ട് ഏറ്റവും ഭംഗി. ആ ലൈറ്റ് രാത്രി ട്വിങ്കിൾ ചെയ്യും. അതൊരു പെർട്ടിക്കുലർ ടൈമിലാണ്, 9 മണി 10 മണിയൊക്കെ പോലെയുള്ള സമയത്ത് അത് ട്വിങ്കിൾ ചെയ്യും. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഊബറുകാരനല്ല ഇവിടെ ബോൾട്ട് അല്ലേ, ബോൾട്ട് ഡ്രൈവറെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഹോട്ടലിൽ ഇരിക്കുകയാണ്. ശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇവിടെയുള്ള ബോൾട്ട് ഇതാട്ടോ വന്നു, ഞങ്ങൾ കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഐഫൽ ടവറിൻ്റെ നൈറ്റ് വ്യൂ കാണാൻ ഇറങ്ങി. ഇപ്പോൾ ഇവിടെ സമയം 8:30 കഴിഞ്ഞു, രാത്രി 8:30ആണ്. എന്താ സൂര്യപ്രകാശം അല്ലേ, അസ്തമിക്കാത്ത സൂര്യനാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടുന്ന് എയർപോർട്ട് അടുത്തായതുകൊണ്ടാണ് നമുക്ക് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നത്, താഴത്തി പറന്നിട്ടുള്ളത്. പാരീസിൽ തന്നെ നമ്മൾക്ക് ഈഫൽ ടവർ കാണാൻ പറ്റുന്ന കുറേ വ്യൂ പോയിന്റുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ട്രൊക്കഡാരോ. അവിടെ തന്നെ പോയിട്ടാണ് നമ്മളിപ്പം ഈ വ്യൂ കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ ക്യാബിലിരിക്കുമ്പോഴാണ് ഈ ട്രാം കാണുന്നത്. ഇതൊരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ്. നമ്മുടെ ട്രെയിനിൻ്റെ ഒക്കെ ചെറുത് റെയിൽസൊക്കെ ഈ റോട്ടിൽ തന്നെ ആയിരിക്കും, നോർമൽ വെഹിക്കിൾസിൻ്റെ കൂടെ ആയിരിക്കും ഇതും പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ചാമ്പ് എലിസീസിൽ കൂടെ കേട്ടോ. ഈ ചാമ്പ് എലിസീസിൻ്റെ വെസ്റ്റേൺ എൻഡിൽ ഇപ്പം ഇതേ ആ കാണുന്നതാണ് നമ്മുടെ പാരീസിലെ ഫേമസ് ആയിട്ടുള്ള ആർക് ദി ട്രയംഫ് എന്ന് പറയുന്നത്. ഇതൊരു ഫേമസ് മോണ്യുമെൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ഊബറൊക്കെ ഇറങ്ങി ഈ മെയിൻ സ്ട്രീറ്റിൽ ഇറങ്ങി കേട്ടോ. ഇതിൻ്റെ ഇതേ തൊട്ടപ്പുറത്താണ് നമ്മളുടെ മെയിൻ സ്പോട്ട് ട്രൊക്കഡാരോ. ഇതാ ഇപ്പോൾ കാണുന്നത് ഐഫൽ ടവർ അവിടെ നിന്നാൽ കാണും. നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പം എന്തായാലും രാത്രി ആയിട്ടില്ല, രാത്രി ആയാൽ മാത്രമേ നമ്മുടെ ഫസ്റ്റ് ലൈറ്റ്നിങ് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഓർത്തു. ഇപ്പം സമയം ഇവിടെ ഏകദേശം 9:30 ആയിട്ടുണ്ട്, എന്നിട്ടും സൂര്യൻ അസ്തമിക്കുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്നു. എന്തോ ഒരു പ്രത്യേക വൈബാണ് ഈ സ്ട്രീറ്റിന്, പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കഫേൻ്റെ ഒക്കെ മുകളിൽ നമുക്ക് നല്ല പൂച്ചെടികൾ കാണാൻ വേണ്ടി പറ്റും. ഓരോ ഭയങ്കര പ്രത്യേക കളറിലുള്ള ചെടികൾ, ഭയങ്കര എന്താ പറയുക, നാച്ചുറലായിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്ത പോലെ തോന്നുന്ന തരത്തിലുള്ള ഇതാണ് ഇവിടെ ഉള്ളത് മൊത്തം. ഈ ഒരു സിറ്റിക്ക് എന്തോ ഒരു പ്രത്യേക വൈബുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും ഇതൊരു റിയൽ സിറ്റി ഓഫ് ലവ് തന്നെയാണെന്ന്. ഇപ്പം നോക്കൂ, ഈ കാണുന്ന ഈ റോസ് കളറുള്ള ഫ്ലവേഴ്സും ആ ലീഫും എന്തൊരു അടിപൊളി കാഴ്ചയായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഒട്ടുമിക്ക ആൾക്കാരും അതിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ സിറ്റി കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്ര നോക്കിയിട്ടും സൂര്യൻ അസ്തമിക്കുന്നേ ഇല്ല കേട്ടോ. എന്നാൽ പിന്നെ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാമെന്നോർത്ത് ഞങ്ങളിങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ നടന്നു. അങ്ങനെ ഇതാ നോക്ക്, ഇത് മെയിൻ റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കടയിൽ കയറി 2 സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു കേട്ടോ. ഇവിടുത്തെ സാൻഡ്വിച്ച് നോക്ക്, ഭയങ്കര വലിയ സാൻഡ്വിച്ച് ആയിരുന്നു. അങ്ങനെ ആ സാൻഡ്വിച്ചൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒന്ന് ഇരുട്ടി തുടങ്ങിയിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ മെല്ലെ നമുക്ക് ആ ട്രൊക്കഡാരോൻ്റെ മെയിൻ സ്പോട്ടിലേക്ക് പോകാമെന്ന്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഈഫൽ ടവർ ബൾബൊക്കെ കത്തി നിൽക്കും. ഈഫൽ ടവർ കാണാനുള്ള, അതായത് ഇത് ട്വിങ്കിൾ ചെയ്യുന്ന ടൈം നോക്കി വന്നിരിക്കുന്ന ആൾക്കൂട്ടമാണിത്. ഇവിടെ ശരിക്കും നമുക്ക് നിൽക്കാൻ പറ്റില്ല. എനിക്കറിയില്ല എത്ര ഉണ്ടെന്ന് ഇവിടുത്തെ ആൾക്കാരുടെ കൗണ്ട്, അത്രമാത്രം ആൾക്കാരുണ്ട്. ഇത് ഫസ്റ്റ് ട്വിങ്കിൾ ചെയ്യുക 10 മണിക്കാണ്. പക്ഷെ 10 മണിക്ക് ഇരുട്ടാവത്തില്ല. 11 മണിക്ക് സെക്കൻഡ് ട്വിങ്കിളിങ്ങിന് മാത്രമേ ഇരുട്ട് നല്ലോണം ആവത്തുള്ളൂ. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു സ്ട്രീറ്റ് സിംഗർ അവിടെ നിന്ന് അയാളുടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ആ മ്യൂസിക്കിൻ്റെ എഫക്റ്റിൽ ഈ സ്ഥലം കാണാൻ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നോ. അങ്ങനെ ഇരുട്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇതാ മനോഹരമായ ഐഫൽ ടവർ. ഈ പാരീസ് സിറ്റിയും ഈ ഐഫൽ ടവറും ഒക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട മനോഹരമായ കാഴ്ചകളാണെന്ന് മനസ്സിലാക്കിയത് ഇവിടെ നിന്നിട്ടായിരുന്നു കേട്ടോ. അതുപോലെ എന്താണെന്നറിയത്തില്ല, മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എന്തോ ഒരു വലിയ അച്ചീവ്മെൻറ്റ് നേടിയ പോലെയുള്ള സന്തോഷം.
പിന്നെ ഒരു ചെറിയ ദുഃഖം ഉണ്ടായിരുന്നു, ഇനി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇത് കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ദുഃഖവും, ഒപ്പം ഇത് കാണാൻ പറ്റിയതിൻ്റെ വലിയ സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ മനസ്സിൽ. അവിടുന്ന് പോകാനേ തോന്നില്ല. അതിൻ്റെ ആ മ്യൂസിക്കിൽ, അതിൻ്റെ ആ ബ്രൈറ്റ്നെസ്സിൽ ഞങ്ങൾ അവിടെ നിന്നുപോയി. സത്യമായും പാരീസ് നീ ഒരു പ്രണയത്തിൻ്റെ നഗരം മാത്രമാണ്. അങ്ങനെ പ്രണയത്തിൻ്റെ ഈ പാരീസ് നഗരത്തോട് ഗുഡ് ബൈ പറഞ്ഞ അടുത്ത ഡെസ്റ്റിനേഷൻ സ്വിറ്റ്സർലൻഡിലേക്ക്. If you really like our video, please do like, share and subscribe our YouTube channel. Thanks for watching.